അപ്പൊ നമുക്ക് ഇതൊക്കെ ഇതിലൊന്ന് ഓർഗനൈസ് ചെയ്ത് വെച്ചാലോ. കമോൺ. അപ്പൊ അതിന്റെ കൂടെ റാക്സ് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് വെക്കാനുള്ളതാണ് ഇതൊക്കെ. അപ്പൊ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാം നമുക്ക് ആദ്യം. ഇതില് നമ്മള് സ്റ്റോറേജ് ചെയ്ത് വെക്കാണ്. അപ്പൊ ഇതിൽ നമ്മൾ ഫസ്റ്റ് വെക്കണത് ഇൻസൈറ്റിന്റെ ഒരു കളർ കറക്റ്റർ വിത്ത് കൺസീലർ ആണ്. അപ്പൊ നമുക്കൊരു ഹെൽപ്പറും കൂടി ഉണ്ട് കേട്ടോ. 50 ഹെൽപ്പേഴ്സ് ഉണ്ട് നമുക്ക്. അപ്പൊ അത് ഇൻസൈറ്റിന്റെ ഹൈലൈറ്റർ, ഇൻസൈറ്റിന്റെ ഒരു കൺസീലർ ആണ്. അതേപോലെ തന്നെ ഇത് ഏതാ ബ്രാൻഡ് എനിക്കറിയില്ല. ഫാഷൻ ഹൈലൈറ്റർ ഡോക്ടർ ഹുദ എന്ന എഴുതിയത്. ഞാൻ ഇത് പേഴ്സണൽ യൂസിന് വാങ്ങിയതാണ്. അതുകൊണ്ട് ഇത് നമുക്ക് വേണ്ട. അങ്ങനെ കുറെ നിവ്യന്റെ ഒരു മോയ്സ്ചറൈസർ വെക്കാം. പിന്നെ ബ്ലഷ്, ഇതൊക്കെ പേഴ്സണൽ യൂസ് ചെയ്യുന്ന കമ്പനി വല്ല പൂതറ സാധനം. പിന്നെ ബനാന പൗഡർ, ഇൻസൈറ്റിന്റെ ഒരു ഹൈലൈറ്റർ. ഇത് അത്യാവശ്യം നല്ല സാധനം കേട്ടോ. എത്തിയിട്ടില്ല. പിന്നെ ഇനി അടുത്ത റാക്ക് സെറ്റ് ചെയ്യാം. ഇനി അടുത്ത സെറ്റ് വെച്ചു കൊടുത്തു. അതിൽ നമുക്ക് പ്രൈമർ. ഇത് ബ്രാൻഡ് ഏതാ? ഇത് മിസറല്ല വാട്ടർ. ഇത് നൈക്കന്റെ ലിക്വിഡ് ഹൈലൈറ്റർ. അതേപോലെ സെറ്റിംഗ് സ്പ്രേ, ടോണർ, റോസ് വാട്ടറിന്റെ മേക്കപ്പ് ഫിക്സറിന്റെ മാർസിന്റെ, അതേപോലെ തന്നെ ലാക്മിന്റെ പോയിട്ടുണ്ട്, പേരൊക്കെ പോയിട്ടുണ്ട്. ഇതും പേഴ്സണലായി യൂസ് ചെയ്യുന്നതാണ്. ഇൻസൈറ്റിന്റെ ഒരു ഐബ്രോ പാലറ്റ്, അതേപോലെ തന്നെ ഇൻസൈറ്റിന്റെ കൺസീലർ പാലറ്റ്, കളർ കറക്റ്റർ വിത്ത് കൺസീലർ പാലറ്റ്. ഇത് നല്ല അടിപൊളി പ്രോഡക്റ്റ് ആണ് കേട്ടോ. തന്നെ ഒരു ഐബ്രോ പാലറ്റും കൂടി ഉണ്ട്. ഇതിപ്പോ ബ്രാൻഡ് ഏതാ? ഷിലീസോ ഷിലീസ് എന്ന ബ്രാൻഡിന്റെ ഐബ്രോ പാലറ്റ് ഉണ്ട്. അതും നമ്മളിത് കിട്ടും. ഇനി ഫൗണ്ടേഷൻ ഹുദ ബ്യൂട്ടി ഫിഗ്മിന്റെ ഫൗണ്ടേഷന്. ഇതൊക്കെ മിക്സിങ്ങിനെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. പിന്നെ ഫേസസ് കാനഡന്റെ ഫൗണ്ടേഷന് ലൈറ്റ് ഷെയ്ഡാണ്, ഡാർക്ക് ഷെയ്ഡ് കിട്ടിയിട്ടുണ്ട്. കയ്യിൽ ചെയ്യണം. ഇത് ഫേസസ് കാനഡന്റെ ആണ്. ഇത് 3-in-1 ഫൗണ്ടേഷൻ. ഇതിന്റെ ഇടയിലൊന്ന് വൈറലായിരുന്നല്ലോ, അന്ന് വാങ്ങിച്ച സാധനമാണ്. അപ്പൊ പേഴ്സണലായി യൂസ് ചെയ്തിട്ടുണ്ട്. ഫൗണ്ടേഷൻ. ഇതും ഒരു സെറ്റിംഗ് സ്പ്രേ ആണ്. ഇത് ബോട്ടിൽ കംപ്ലൈന്റ് വന്നപ്പോ ഫേസസ് കാനഡന്റെ സെറ്റിംഗ് സ്പ്രേ ആണ്. ഇപ്പോഴാ ബ്രാൻഡ് ഓർമ്മ. ഇത് ഏകദേശം തീരാറായിട്ടുണ്ട്.
അതും ജസ്റ്റ് ഒന്ന് ചെയ്തു. അൽഹംദുലില്ലാ. പിന്നെ പാക്കിൻ്റെ ഒരു ഫൗണ്ടേഷന്, മനുഷ്യൽ ഹോട്ടറിൻ്റെ ഒരു ഫൗണ്ടേഷൻ, ഇത് ഒരു കോമ്പാക്റ്റ് ആണ് ഇൻസൈറ്റിൻ്റെ. ഇത് വേണമെങ്കിൽ കമൻറ്റിൽ ചോദിച്ചാൽ മതി. ഞാൻ കോമ്പാക്റ്റ് ലിപ്സ്റ്റിക്സ്. ഇതാണ് എൻ്റെ ലിപ്സ്റ്റിക്സ് കളക്ഷൻ. ഇതാണ് ലിപ്സ്റ്റിക്കിൻ്റെ കളക്ഷൻസ്. ഇനിയും ഉണ്ട്, ബാക്കിയൊക്കെ മിസ്സിങ് ആണ്. അതുകൊണ്ടാണ് ഇനിയുണ്ട് 3-in-1 ഫൗണ്ടേഷൻ. ഇത് 5-in-1 ലിപ്സ്റ്റിക് ഉണ്ട്, ഒക്കെ ഉണ്ട്. അതൊക്കെ എവിടെയാണ് മക്കളെ പേഴ്സിൽ പാതച്ചേക്കണം. ഇത് അത്യാവശ്യം പാക്കിൻ്റെ അല്ലേ? റോസ്റ്റി പറഞ്ഞ ഷെയ്ഡാണ് ഈ ലിപ്സ്റ്റിക്ക്. ഇതും ഇത് പ്ലമ്മിൻ്റെത്. ഇത് അത്യാവശ്യം നല്ല എല്ലാ സ്കിൻ ടോണും ചേരുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ. ഷെയ്ഡാണിത്, എല്ലാ സ്കിൻ ടൈപ്പിനും ചേരുന്ന ഒരു ഷെയ്ഡാണ്. ഡാസിലറിൻ്റെ ഇതൊക്കെ അത്യാവശ്യം ഇതൊക്കെ കുറച്ച് മുന്നേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും നമ്മൾ യൂസ് ചെയ്യുമ്പോൾ കുറച്ച് ഡേറ്റ് കഴിയുമ്പോൾ അപ്പം തന്നെ ഒഴിവാക്കും. ഓഫാക്കുന്നു. പാക്കിൻ്റെ ഒരു റിവ്യൂ കണ്ട് വാങ്ങിച്ചാണ്. പാക്കിൻ്റെ കൺസീലറാണെന്ന് പറഞ്ഞു. ഇതിപ്പോൾ ഇന്ന് വന്നിട്ടുള്ളൂ. ഇതിൻ്റെ പാക്കിങ്ങിൽ നമ്മൾ ഷോർട്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല സാധനമാണ് പറഞ്ഞു. നമ്മൾ യൂസ് ചെയ്തിട്ടില്ല. വർക്ക് കിട്ടുന്നതിനനുസരിച്ച് അൺബോക്സ് പൊളിച്ചിട്ട് യൂസ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇതും ഇവിടെ വെച്ച് കൊടുക്കാം. ഡാസലറിൻ്റെ ഒരു ലിപ് ഗ്ലോസ് ആണ്. അതും അതിൽ വെച്ച് കൊടുത്തു. അതുപോലെ തന്നെ ഐലിയർ. അത് നമ്മളെ കംഫർട്ടബിളിനനുസരിച്ച്. ഇതൊരു ഫേസ് റൈസറാണ്. ഹിമാലയൻ്റെ മോയ്സ്ചറൈസിങ് അലോവേറ ജെല്ലാണിത്. അപ്പോൾ ഇത് യൂസ് ചെയ്ത് അത്യാവശ്യം പകുതി ആയിട്ടുണ്ട്. നല്ലൊരു സാധനമാണ്, അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ് കേട്ടത്. നല്ല റിസൾട്ട് വേണ്ട. നൈറ്റ് കിടക്കുമ്പോഴൊക്കെ തേച്ചെടുത്താൽ രാവിലെ ആകുമ്പോൾ അത്യാവശ്യം നല്ലൊരു സ്കിന്നിന് ഗ്ലോ ഒക്കെ കിട്ടുന്നുണ്ട്. ഇതിനെക്കാട്ടിലും ബെറ്റർ നോർമൽ അലോവേറ ജെല്ല് ഫേസിൽ തേക്കണം. ഈ ഡ്രൈ സ്കിന്നുകാർക്കൊക്കെ ഒന്നും സോഫ്റ്റ് ആവാനും ഒന്ന് നോർമൽ സ്കിന്നാവാനൊക്കെ നല്ല ബെറ്റർ സാധനമാണ് ഹിമാലയ അലോവേറ ജെൽ. അതേപോലെ തന്നെ ഇത് ലിപ്സ്റ്റിക് ആണ്. ഇതിപ്പോൾ ഏതാ ഷെയ്ഡ്? ഇതും ഒരു ലിപ്സ്റ്റിക് ആണ്. സൂപ്പർ സ്റ്റേ പറഞ്ഞ ലിപ്സ്റ്റിക് ആണ്. ഇതൊരു പ്രൊഡക്റ്റ് ആണ്. ഇത് എന്താന്ന് പറയാൻ പറ്റില്ല. സീക്രട്ട് പ്രൊഡക്റ്റ് ആണ്. പിന്നെ ഇത് മസ്കാര, ഫേസ് സ്കാനറിന്റെ മസ്കാര ബ്രാൻഡൊന്നും പറഞ്ഞു. പിന്നെ കാജല്. ഇതൊക്കെ ഏതൊക്കെയോ ബ്രാൻഡായിട്ടോ നമുക്കറിയില്ല. ഇതൊക്കെ നമുക്ക് ഇവിടെ വെക്കാം. ഇങ്ങോട്ട് സൂം ചെയ്ത് കേട്ടോ. കാജല് തന്നെയുള്ളൂ. ഈ സ്വിസ് ബ്യൂട്ടിന്റെ ഇതന്നുള്ളത്. എന്താ ലിപ് ലൈനേഴ്സ് ആണ് ഇതൊക്കെ. ഇതൊക്കെ നമുക്ക് ഇവിടെ സൈഡിൽ ബ്രഷ് ഒക്കെ നോക്കി വെച്ച് കൊടുക്കാം. അതേപോലെ തന്നെ റൈസർ ഒന്നും കൂടി ഇല്ലേ, അത് യൂസ് ചെയ്തു. രണ്ടാമത്തെ വർക്കിന് യൂസ് ചെയ്തു. ഇനി നമുക്ക് ബ്രഷ് അതൊന്നും നമുക്ക് ബ്രഷ്
ഒക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇതൊക്കെ ബ്രഷ് ഇനിയും ഉണ്ട്. ഇത് വാഷ് ചെയ്ത് ഡ്രൈ ആക്കാൻ വെച്ചിട്ടാണ്. കണ്ടോ, ഞാൻ എന്തുകൊണ്ട് ലോങ് വീഡിയോ ഇടാത്തീന്നില്ല ഉദാഹരണങ്ങളാണ്. തെലങ്ങും വരുന്ന വീഡിയോ എടുക്കാൻ തിരിഞ്ഞ മക്കളെ അരച്ചു. കണ്ടോ കണ്ടോ, മൂലൊക്കെ ഏതോ ഫോൺ വെക്കാണ്. ഇവിടെ ഉമ്മച്ചിന്റെ ഐബ്രോസ് എടുക്കുക. എമിയെ ഇങ്ങോട്ട് നോക്കിക്ക. ബ്രഷ് ഇനിയും വരാണ്ട്. ഡബിൾ സൈഡ് ടാപ്പ്. ഇതൊക്കെ മക്കളെ പിരാന്താണ്. ഇതൊന്നും ഒരു സാധനം വെച്ചോട്ട് വെക്കാൻ സമ്മതിക്കൂല. ഇതിപ്പോ ഇതിന്റെ ഒരു ലെൻസ് മിസ്സിംഗ് ആയി. ഇതൊക്കെ ബ്ലെൻഡേഴ്സ് ആണ്. ഇതൊന്നും ഞാൻ പാക്കറ്റ് പൊളിച്ചിട്ടില്ല. ഒരാവശ്യത്തിന് ഫാൻസിക്ക് പോകുമ്പോൾ ഞാൻ വാങ്ങി ഒന്ന് കൂട്ടി വെക്കുന്ന സാധനങ്ങളാണ്. ഇതുവരെ ഈ സൈഡ് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ച് ഇത് യൂറോ പാരീസിന്റെ ഐലാഷ് ആണ്. ഇത് ഏതോ റെഡ് ചെറി ബ്യൂട്ടി ഏതോ ലോക്കൽ ബ്രാൻഡാണ്. അപ്പൊ ഇനി നമുക്ക് ബ്രഷിന്റെ സെക്ഷൻ ക്ലോസ് ചെയ്യാം. ഇതിന്റെ ഇപ്പത്തെ അവസ്ഥ. ഒരു പ്രാവശ്യം ഓൾ എടുത്തുകൊണ്ട് ചവച്ചതാണ്. പൊട്ടിച്ചു. മറ്റേതോടെ മാർസിന്റെ ഐഷാഡോ പാലറ്റോടെ ക്ലോസ് ചെയ്യാം വെക്കട. ലക്ഷ്മ പൊട്ടിക്കരുത് കേട്ടോ. അത് നമ്മതല്ല, ബ്രൈഡിന്റെ ആണ്. ഇവിടെ ഐഷാഡോ പാലറ്റ് സെറ്റ് ചെയ്യാം. ഒന്ന് മാർസിന്റെ ഒന്ന് ഏതോ ഒരു കമ്പനി ഒക്കെ സെറ്റായി. ഇവിടെ ഒരു ജെല്ലും സെറ്റ് ചെയ്യാം. അതൊന്നും അതിൽ വെക്കാല്ലേ ചോദിച്ചോ. ഹാമി നീച്ചിട്ട് വെച്ചോ. നീച്ചിട്ട് വെക്കേ പാലറ്റ്. ഇതിന്റെ സ്പാച്ചില കൊണ്ടുപോയി കളഞ്ഞു. പിന്നെ അത് ഐസിങ് ഓർഡർ ചെയ്തിട്ട് വേണം. അതൊന്നും വേണ്ട. പിന്നെ ഇതിന്റെ ഉപയോഗിക്കാത്ത കുറച്ച് പ്രോഡക്റ്റ് ഉണ്ട്. അതൊക്കെ നമുക്ക് ഇതിലൂടെ പുതിയ വെക്കാം. ഭ്രാന്തി. അത് വേണ്ട, അത് ഡേറ്റ് ചെയ്യാൻ അടുത്ത നമുക്ക് ഒടുക്കി കല്യാണത്തിന് പോകുമ്പോട്ടെ. നമ്മളെ ബാഗ് പാക്കേജ് ഫിനിഷ്. നമ്മളെ ബാഗ് അങ്ങനെ അതിന്റെ കൂടെ അങ്ങനെ ഒരു ഹുക്കില്ല സേഫ് ആണ് നമുക്ക് പിടിക്കാൻ. ഹാസി ഇത്രയും കാലം വലിയൊരു ട്രോളിയിലാ കൊണ്ടുവന്നത്. അതിനൊരു അവധി വേണ്ടേ. അപ്പൊ ഒരു ബാഗ് വാങ്ങിയതാണ്. ഓൾ സെറ്റ്. ഇനി പോയാ മതി. ഇപ്പൊ അത് കാണാല്ലേ. വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണ്. ചാനൽ സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. അടുത്ത ബെൽ ബട്ടൺ അമർത്താൻ മറക്കല്ലേ. അടുത്ത വീഡിയോ കാണാം. ബൈ.